ഒരു പ്രോപ്പർട്ടി എഗ്രിമെന്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ പിഴവ് പോലും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടുത്താം. അതെ, പലരും അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞ് മാത്രമാണ് രേഖകൾ പരിശോധിക്കുന്നത്. ചിലർ വെറും വിശ്വാസത്തിൽ ഒപ്പിടുന്നു. പിന്നെ കേസ്, കോടതി, പണം കുടുങ്ങൽ, ഇതാണ് സംഭവിക്കുന്നത്. അതിനാൽ ഒരു പ്രോപ്പർട്ടി എഗ്രിമെന്റ് തയ്യാറാക്കുമ്പോൾ ആദ്യം എഴുതേണ്ടത് കരാർ തീയതിയും സ്ഥലവുമാണ്. തുടർന്ന് വിൽപ്പനക്കാരന്റെയും വാങ്ങുന്നവന്റെയും പൂർണ്ണ പേരും വിലാസവും തിരിച്ചറിയൽ വിവരങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തണം. അടുത്തതായി സ്വത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുത്തണം. ജില്ല, താലൂക്ക്, വില്ലേജ്, സർവേ നമ്പർ, വിസ്തീർണം, ബൗണ്ടറികൾ എന്നിവ കൃത്യമായി എഴുതണം. ഇത് ഒഴിവാക്കിയാൽ പിന്നീട് വലിയ തർക്കങ്ങൾക്ക് ഇടയാകും. ശേഷം സ്വത്തിന്റെ മൊത്തം വില അക്കത്തിലും വാക്കുകളിലും എഴുതണം. അഡ്വാൻസ് എത്ര നൽകി, ബാക്കി എപ്പോൾ നൽകും, ബാങ്ക് വഴിയാണോ ചെക്ക് വഴിയാണോ എന്നത് വ്യക്തമാക്കണം. വിൽപ്പനക്കാരൻ സ്വത്ത് തന്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ളതാണെന്നും ബാങ്ക് ലോൺ, കേസ്, മറ്റു ബാധ്യതകൾ ഒന്നുമില്ലെന്നും ഉറപ്പ് നൽകണം. ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണം. രജിസ്ട്രേഷൻ എത്ര ദിവസത്തിനകം നടത്തണമെന്ന് വ്യക്തമായി എഴുതണം. സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ച് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം. കരാർ ലംഘനം സംഭവിച്ചാൽ എന്ത് നടപടി എന്നത് വ്യക്തമാക്കണം. അഡ്വാൻസ് നഷ്ടപ്പെടുമോ, തിരികെ നൽകണമോ എന്ന വ്യവസ്ഥ നിർബന്ധമായും ഉൾപ്പെടുത്തണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ വലിയ നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഇത്തരത്തിലുള്ള കൂടുതൽ നിയമവിവരങ്ങൾക്കായി കാരുണ്യ ഫിനാൻസ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.